അവിടെ അമ്മയും മൂത്ത മകനും പിന്നെ ചെറിയ മക്കളും ഇതേ എല്ലാവരും ഇവിടെ ഉണ്ട്. ഓറഞ്ച് ഇതേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരുള്ളത് കൊണ്ട് ഓറഞ്ചിനിപ്പോൾ താഴത്ത് ഇറങ്ങി വരാൻ പറ്റുന്നില്ല. താഴത്ത് ഇറങ്ങി വന്നവർ ഓട്ടിക്കുകയല്ലേ. അപ്പോൾ വീട്ടിൻ്റെ മുകളിൽ തന്നെയാണ്. ഇതേ ചെറുത് കിളികളെ നോക്കിക്കൊണ്ട് കിടക്കണം. ഓറഞ്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പം മതിലാണ് ഭക്ഷണം കഴിപ്പൊക്കെ. അപ്പോൾ ഉച്ചയ്ക്ക് ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് അവൻ സ്ലാബിൻ്റെ മുകളിൽ നിന്നാണ് വിളിച്ചത്. താഴേക്ക് ഇറങ്ങി വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലേക്കാണ് ചിക്കൻ ഇട്ട് കൊടുത്തത്. ഒരാൾ കിടന്ന് ഉരുണ്ട് കളിക്കുക കിളികളെയും നോക്കിയിട്ട്. ഇതാ ഇവിടെ 2 പാല് കുടിച്ചുകൊണ്ടിരിക്കണം. ഒരെണ്ണം ദേ നടക്കുന്നു. മൂപ്പര് വയറ് നിറയെ ഞാൻ പാല് കൊടുത്താണ്. മറ്റേ സിറിഞ്ചിൽ പശുവും പാല് കാച്ചി കൊടുത്ത് അത് കുടിച്ച് കിടന്ന് ഉരുള. ഇതൊക്കെ ഞാനിപ്പോൾ സിറ്റ് ഔട്ട് കഴുകി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താ വെച്ചാൽ ഇവരിങ്ങനെ സിറ്റ് ഔട്ടിൽ കയറി കിടക്കണോണ്ടേ നമുക്ക് ഇരിക്കുവാനും ഇങ്ങനെ ഞാൻ സിറ്റ് ഔട്ടിൽ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യുമല്ലോ എല്ലാവരും. അപ്പോൾ നിറച്ച് അഴുക്കായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊന്ന് കഴുകി വിടും. പിന്നെ മുറ്റം ഇങ്ങനെ നനച്ച് കൊടുക്കുമ്പോൾ അവർക്ക് ചൂടിനൊരു കുറവുണ്ടാവുമല്ലോ. ഇങ്ങനെ തണുപ്പുള്ളതുകൊണ്ട് എവിടെ കിടന്നോളും. എപ്പോഴും ആ ഭാഗത്താണ് കിടക്കുന്നത്. അവിടെ നല്ല തണുപ്പുണ്ടല്ലോ. ഉച്ചയ്ക്ക് കോഴിക്കാലി ചോറും കൂടി കൊടുത്തിട്ട് കോഴിക്കാലി മാത്രം കഴിച്ചിട്ട് ചോറ് ബാക്കി വെച്ചിരിക്കും. ഞാനിങ്ങനെ എപ്പോഴും ഇവിടെ ഇങ്ങനെ നനച്ച് കൊടുക്കും. ഇവർ കിടക്കണമല്ലേ. അതൊക്കെ ഇപ്പോൾ ഇവിടെ തന്നെ കൂടിയിട്ട്. ആദ്യം നമ്മുടെ കുട്ടൂനെ പേടിയായിരുന്നു. ഇപ്പോൾ കുട്ടൂനെയൊക്കെ ഓട്ടിക്കാൻ നടക്കണം. പക്ഷെ കുട്ടൂനെ ഓട്ടിക്കൽ ഞാനുള്ള സമയത്തേ നടക്കുള്ളൂ. വെള്ളത്തിൽ കളിച്ച് നടക്കുക. ഇതാ നമ്മുടെ പെണ്ണ് ഇതേ കിടക്കുന്നു. പൊന്നെ എവിടെ വാ. അച്ചുവിന് എക്സാം ഉണ്ട്. അച്ചു വരാറാവണേ ഉള്ളൂ. സമയം 5 മണിയാവാനായി. 4:30 എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും. വരും. ഇടയ്ക്കിടയ്ക്ക് ചെറുതുകൾ പോയി ചോറ് കഴിക്കുന്നുണ്ടോ. ചെറുതുകൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി കുഞ്ഞു പാത്രത്തിൽ വെള്ളം നിറച്ച് വയ്ക്കും. പക്ഷേ ചെറുതുകൾ ഇതിൽ നിറച്ചിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. ആ ബക്കറ്റിലേ പോയി കുടിച്ചോളൂ. പൊന്നിവിടെ വാ. ഷട്ടുമ